ഗുഡ് ഈവനിങ്. മാറ്റിനി ഫിനാലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. തിരുക്കുറളിന്റെ 44-ാമത്തെ അധ്യായമാണ് നമ്മൾ കേൾക്കുന്നത്. തിരുക്കുറൾ എന്ന് പറയുന്നത് വളരെ മനോഹരമായ അറിവുകളാണെന്ന് കഴിഞ്ഞ 43 അധ്യായങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് 44-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് നീങ്ങാം. ഇന്ന് നമ്മളെ ഈ അധ്യായം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ആദിഭഗവാൻ സാറാണ്. സാറിന് പ്രത്യേകം ഇൻവൈറ്റ് ചെയ്തുകൊണ്ട്, നിങ്ങൾ ഓരോരുത്തരും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഗ്രാമിലേക്ക് വരാം. ആദിഭഗവാൻ സാർ, യു ആർ വെൽക്കം. ഓക്കെ സാർ, ഗുഡ് ഈവനിങ് സാർ. ഇന്നത്തെ തിരുക്കുറൾ അധികാരത്തിൻ്റെ പേര് കുற்றങ്കടിതൽ. കുற்றങ്കടിതൽ എന്ന് വെച്ചാൽ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുക, രൂക്ഷമായ രീതിയിൽ തന്നെ ചൂണ്ടിക്കാണിക്കുക എന്നാണ് അർത്ഥം. ഫസ്റ്റ് കുറൾ 431. செருக்குஞ் சினமும் சிறுமையும் இல்லார் பெருக்கம் பெருமித நீர்த்து. ചെറുക്ക് എന്ന് പറഞ്ഞാൽ അതായത് അഹങ്കാരം. സിനം എന്ന് വെച്ചാൽ കോപം, ദേഷ്യപ്പെടുന്നത്. അതുപോലെ സിറുമൈ എന്ന് പറയുന്നത് തിരുവള്ളൂർ പറയുന്നത് കാമം എന്നാണ് പറയുന്നത്. ഈ 3 കാര്യങ്ങളും ഇല്ലാத ആൾക്കാർ, അവർക്കുള്ള പെരുമ, അവരുടെ സെൽവാക്ക്, അതാണ് ഏറ്റവും കൂടുതലായിട്ട് കരുതപ്പെടുന്നത്. അതായത് ചെറുക്ക്, സിനം, സിറുമൈ, ഈ 3 കാര്യങ്ങളും ഇല്ലാத ആൾക്കാരുടെ സെൽവാക്ക്, അവരുടെ ഒരു സ്വാധീനം, അവരുടെ പെരുമൈ, അതാണ് എല്ലാരെയും കൊണ്ട് റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഇതാണ് ഇതിൻ്റെ സാരാംശം. ഓവർ സർ. ഓക്കെ, എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വെള്ളിയാഴ്ചകളെ ധന്യമാക്കുന്ന നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഈ ദിനത്തിൽ പങ്കുചേരാൻ പറ്റിയതിന് ഉള്ള വലിയ സന്തോഷം, നന്ദി പങ്കുവച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. 44-ാമത്തെ അധ്യായം. ഇതും രാജധർമ്മത്തിൽ പെടുന്നതാണ്. കുറ്റം കടിതൽ. 44-ാം അധ്യായം അങ്ങനെയാണ് മലയാളത്തിൽ. ദോഷവർജനം, അല്ലെങ്കിൽ തെറ്റിൽ നിന്നൊക്കെ മാറി നിൽക്കുക, ഒഴിവായി നിൽക്കുക എന്നൊക്കെയുള്ള അർത്ഥം വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അവോയ്ഡിങ് മിസ്ഡീഡ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഒരുപക്ഷെ കുറച്ചുകൂടെ അത് നമുക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ആമുഖം പറയാൻ, മൊത്തം ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് അഹങ്കാരവും കോപവും കാര്യങ്ങളോടെ ഈ വെറുതെ ഒരു നിസ്സാരമായിട്ടുള്ള ലാഘവ മനോഭാവവും ഇല്ലാത്തവരുടെ സമ്പത്ത് അവരുടെ കൈകളിൽ വളരെ മാന്യമായി നിലനിൽക്കും എന്നുള്ളതാണ്. അത്യാഗ്രഹം, അതുപോലെ തന്നെ നിന്ദ്യമായ അഹങ്കാരം, വെറുപ്പുളവാക്കുന്ന ആഹ്ലാദ പ്രകടനം എന്നിവയൊക്കെ ഒരുവന്റെ മാരകമായ പോരായ്മകളാണ്. അപമാനത്തെ ഭയപ്പെടുന്നവർക്ക് അവരുടെ തെറ്റുകൾ അത്ര വലുതല്ലെങ്കിലും അവർക്കത് വലുതായിട്ട് തോന്നും. അല്ലെങ്കിൽ ചെറിയ തെറ്റുകൾ പോലും വലിപ്പമുള്ളതായിട്ട് അവർക്ക് തോന്നും. നമ്മുടെ സ്വന്തം കുറവുകൾ തിരിച്ചറിഞ്ഞ് അത് ഓരോരുത്തരും
ഒഴിവാക്കുക തന്നെ വേണം. ആരേലും പറയുന്നതിന് മുമ്പ് തന്നെ സ്വയം അത് കണ്ടെത്താൻ പരിശ്രമിക്കുന്നതാണ് നല്ലത്. ഈ പോരായ്മകളെയൊക്കെ നമ്മുടെ ശത്രുവായിട്ട് തന്നെ കരുതേണ്ടതുണ്ട്. ദുരന്തം വരുന്നതിന് മുമ്പ് തന്നെ, അത് യാതൊരു നിയന്ത്രണവുമില്ലാത്ത ജീവിതത്തിലാണ് ഈ ദുരന്തങ്ങൾ വരുന്നത്. അത് സൂക്ഷിക്കണം. അത് വന്നാൽ ആളിക്കത്തുന്ന ഈ തീയുടെ മുമ്പിൽ ഒരു വൈക്കോല് പോലെ ആയിരിക്കും നമ്മളിങ്ങനെ വളരെ നിസ്സാരമായി കരുതുന്ന ഓരോ പ്രശ്നങ്ങളും. അങ്ങനെ പൊതുവായി ഒന്ന് കണ്ടാൽ 431 മാത്രമായി ചിന്തിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നു: ചെരുക്കും ചിനവും ചിറുമയ്യും ഇല്ലാർ, പെരുക്കം പെരുമിതം നീർപ്പൂ, മതഗർവും ക്രോധവും കാമവും അറ്റോന്റെ ധനസമ്പത്തഭിവന്ദനീയം. ഈഗോയും രോഷവും ദുഷ്ചിന്തയും ഇല്ലാത്ത മനുഷ്യരുടെ ജീവിതത്തിൽ അവരുടെ അഭിവൃദ്ധി മഹത്തരമായിരുന്നു. കാമക്രോധ മതം പോലെ ദോഷങ്ങൾ ഇയലാത്തവർ ഭോഗചിന്ത കെണിയില്ലാതെ മഹത്വവാഴ്ചയിൽ ഉടമപ്പെടും. ഓവർ. Thank you, sir. Good evening to all. Tirukural Part 2, Artha, Chapter 44, Avoiding Misdeeds. This chapter delivers a powerful and direct message. Steer clear of actions that breed ruin. Thiruvalluvar, with his characteristic conciseness, lays bare the destructive nature of wrongdoing. It is not just about avoiding legal trouble or social disapproval. It is about safeguarding your own well-being and future. Get ready for a sharp and insightful exploration of the self-inflicted wounds caused by misdeeds. A potent reminder to choose the path of righteousness. Quran 4:31. Men without ego, rage, and lust their prosperity, life will be great. Tirukural 4:31 beautifully states that the prosperity and life of individuals free from ego, rage, and lust will be truly great and esteemed. In modern terms, this highlights the profound impact of emotional intelligence and self-control on success and well-being. By shedding the burdens of arrogance, uncontrolled anger, and excessive desires, individuals cultivate clearer judgment towards meaningful achievements. The takeaway for today is clear. Cultivating inner peace by consciously working to minimize ego, manage anger constructively, and channel desires responsibly is not just a virtue, but a practical pathway to a more fulfilling and respected life. In a world often driven by these very impulses, choosing to rise above them offers a significant advantage in both personal and professional spheres, leading to genuine prosperity and a life held in high regard. ചെരുക്കും ചിനമും ചിറുമയും ഇല്ലാർ പെരുക്കം പെരുമിതം നീർത്തു. Who arrogance and wrath and littleness of low desire restrain. Thank you, sir. ചെരുക്കും
சினமும் சிறுமையும் இல்லார் பெருக்கம் பெருமிதம். குறள் 432. குறள் 432. இவரலும் மாண்பிறந்த மானமும் மானா உவகையும் ஏதம் இறைக்கு. இவரல் എന്ന് പറഞ്ഞാൽ പേരാസை, മനത്തിൽ പേരാസை. മാൺപിറந்த മാനം, മാൺപ് ഇറந்த മാനം, ഇറந்தன்னு വെച്ചാൽ മരിച്ചുപോയ. மான உணர்வில் ஊனம், மாசுபடியும் செயல்களில் மகிழ்ச்சி. അതാണ് മാണാ ഉവകை. മാസുപടിയും செயல்கள், മാസുന്ന് വെച്ചാൽ കുറ്റം, കുറ്റമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള ഒരു ഹാപ്പിനെസ്. ഇത് ഒരു ലീഡർക്ക് ഒവ്വാத കാര്യം എന്നാണ് വள்ളുവർ പറയുന്നത്. മനത്തിൽ പേരാസை, மான உணர்வில் ஊனம், മാസുപടിയും செயல்களில் മഹിഴ്ചി. കുറ്റം ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന സന്തോഷം. ഇതൊക്കെ ഒരു ലീഡറിന് പാടില്ലാത്ത കാര്യങ്ങളാണ് എന്നാണ് വള്ളുവർ പറയുന്നത്. ഇവരൽ എന്ന് വെച്ചാൽ പേരാസை, അത്യാഗ്രഹം. ഇവരലും മാൺപിറந்த മാനമും മാസുപടിയും செயல்களிൽ മഹിഴ്ചി. കുറ്റമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത്. ഇതെല്ലാം ഒരു ലീഡറിന് കൊള്ളാത്ത കാര്യങ്ങളാണ്. ഇതാണ് വള്ളുവർ പറയുന്നത്. ഓവർ സർ. താങ്ക് യു സർ. കുറൾ 432. ഇവരലും മാൺപു ഇറந்த മാനമും മാണാ ഉവൈകയും ഏതം ഇറയ്ക്കു. ദുരഭിമാനം, ലോഭം, അമിതമാം ആഹ്ലാദം ഇവയൊക്കെ അരചർക്ക് ദോഷം. ദുരഭിമാനം, ലോഭം, അമിതമാഹ്ലാദം ഇവയൊക്കെ അരചർക്ക് ദോഷം. അത്യാവശ്യമുള്ളിടത്ത് ധനം ചെലവഴിക്കാതിരിക്കുക. പിശുക്കും നന്മ നഷ്ടപ്പെട്ടതായ അഭിമാനവും നിയന്ത്രണമറ്റ സന്തോഷ പ്രകടനവും രാജാവിന് ദോഷമാകുന്നു. പണ്ഡിതർ, പൂർവികർ, ജ്ഞാനികൾ, തപസ്സികൾ, മാതാപിതാക്കൾ എന്നിവരെ വേണ്ടവിധം മാനിക്കാതെയുള്ള ദുരഭിമാനം, ആവശ്യത്തിന് പോലും ധനം നൽകാതെ അപകടം വരുത്തിവെക്കുന്ന പിശുക്ക്, പ്രകടനം പോലെ ഏറ്റവും നിസ്സാരമായ സന്ദർഭങ്ങളിൽ പോലും കാണിക്കുന്ന വലുതായ ആഹ്ലാദ പ്രകടനം, ഇതെല്ലാം അരജന് ദോഷങ്ങളാകുന്നു. ദുരഭിമാനം ആദ്യമേ വിരുന്നുകാരനെ പോലെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ക്രമേണ അത് നമ്മെ നയിക്കാനും ഭരിക്കാനും തുടങ്ങും. ദുരഭിമാനം ബിസിനസിന്റെ കാര്യത്തിൽ എടുത്താൽ നഷ്ടമെന്ന് കണ്ടാൽ ഉടൻ അത് ക്ലോസ് ചെയ്യണം. ദുരഭിമാനം കാരണം ചിലർ വീണ്ടും അത് തുടരുകയും എല്ലാം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഇനി പിശുക്കിന്റെ കാര്യമെടുത്താൽ മനുഷ്യ മനസ്സിന്റെ മ്ലേച്ഛ വികാരങ്ങളിൽ ഒന്നാണ് പിശുക്ക്. വ്യക്തിക്കും സമൂഹത്തിനും ദോഷം മാത്രമേ വരുത്തിവെക്കുകയുള്ളൂ. സമ്പത്ത് ചെലവഴിക്കാൻ മടി കാണിക്കുന്ന ലുബ്ധൻ സമൂഹ നന്മയ്ക്ക് ഉപകാരപ്പെടുകയും അർഹരായവരുടെ ആവശ്യങ്ങൾക്ക് നിവർത്തി ഉണ്ടാക്കി കൊടുക്കുവാനായി സമർപ്പിക്കേണ്ട വിനിയോഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നു. ഈ ദുർഗുണമാകട്ടെ മനുഷ്യന്റെ സ്ഥായിയായ ഭാവങ്ങളിൽ ഒന്നാണ് എന്ന് ഖുർആൻ അടിവരയിടുന്നു. പറയുക, എന്റെ നാഥന്റെ അനുഗ്രഹങ്ങളുടെ ഭണ്ഡാരം നിങ്ങളാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ ചെലവായി തീരുമെന്ന ഭയം കാരണം അത് നിങ്ങൾ തടഞ്ഞു വെക്കുമായിരുന്നു. മനുഷ്യൻ വളരെ പിശുക്കൻ തന്നെ. പിശുക്കെന്ന ദുസ്വഭാവം കൊണ്ട് ഇഹത്തിലും പരത്തിലും പരാജയവും പതനവുമാണ്. അത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിഷേധിക്കലും സഹജീവികളോടുള്ള ബാധ്യതകൾ വിസ്മരിക്കലുമാണ്. അതുപോലെ തന്നെയാണ് അമിത ആഹ്ലാദവും. നൃപന് അമിത ആഹ്ലാദം ദോഷകരമാകുമെന്നും
സമചിത്തതയോടെ സംയമനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നും ഈ ഖുറൽ നമ്മെ പഠിപ്പിക്കും. ഉപകയും ഏതം ഇറയിക്കും. ദുരഭിമാനം, ലോഭം, അമിതമാഹ്ലാദം ഇവയൊക്കെ അരജർക്ക് ദോഷം. ഓവർ. താങ്ക് യു സർ. This Quran 432 discuss the qualities that are unsuitable for a leader. The important points are false prestige, miserliness, and excessive indulgence in pressure are detrimental to leaders. In the case of false prestige, a leader should not be arrogant or seek empty fame. True respect comes from integrity, not from pretentiousness. And regarding miserliness, stinginess and unwillingness toward deserving people weakens loyalty and trust in the leadership. And the final case, excessive pleasure, indulgence in luxuries distracts a leader from duties and responsibilities. ഇറവലും മാൺപു ഇറந்த മാനവും മാണ ഇവകയും വേദം ഇരക്കും. ഖുറൽ 433. தினைத்துணையாங் குற்றம் வரினும் പനൈത്തുണയാ കൊള്വർ പഴി നാണുവാർ. തിനൈ എന്ന് പറയുന്നത് ഒരു ചെറിയ ധാന്യമാണ്. പന എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, പഴിക്ക് നാണുகின்றவர்கள் தினையளவு குற்றத்தையும் பனையளவாக கருதி அதை செய்யாமல் தங்களை காத்து கொள்வார்கள். பழிபாவம் வராதிருക്കാൻ വേണ്ടി തിനയെന്ന് വെച്ചാൽ ചെറിയ ഒരു കുറ്റം, ചെറിയ ഒരു തെറ്റ്, അതുപോലും അത് ചെയ്താൽ അത് പനയായിട്ട് കരുതുന്ന ആൾക്കാർ ഇതുപോലെ തെറ്റുകൾ ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. തിനൈത്തുണയാം കുറ്റം വരിനും, തിനൈ ചെറിയ ഒരു തെറ്റ്, അതുപോലും അവർ ഒരു പനയായിട്ട്, വലിയ പനയായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് അവർ അതുപോലത്തെ കാര്യങ്ങളെ ചെയ്യാതെ ഇരിക്കും. അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കും. അതാണ് ഒരു ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി എന്നാണ് വള്ളുവർ ഇവിടെ പറയുന്നത്. ഓവർ സർ. താങ്ക് യു സർ. ഖുറൽ 433. തിനൈ തുണയ കുറ്റം വരിനും പനൈ തുണയ കൊൾവർ വഴിനാണുവാർ. തിനയളവു ദോഷവും പനയളവു വലിയതായി കരുതിടും ധർമ്മഭീരുക്കൾ. ഒരു ഭരണാധികാരി ജനങ്ങളെ രക്ഷിക്കാൻ മാത്രമല്ല ശിക്ഷിക്കാനും അധികാരമുള്ളയാളാണ്. ഖുറൽ പൊതുവെ രാജനീതിയെക്കുറിച്ചും മാതൃകാ രാജാക്കന്മാരെക്കുറിച്ചുമാണ് വിശദീകരിക്കുന്നത്. അവ അക്കാലത്തെന്ന പോലെ ഇക്കാലത്തും പ്രസക്തങ്ങൾ തന്നെ. രാജാവിന്റെ സ്ഥാനത്ത് ഇന്ന് ജനാധിപത്യ രീതിയിലുള്ള ഭരണാധികാരികളായി എന്നു മാത്രം. അതുകൊണ്ട് അടിസ്ഥാന തത്വങ്ങൾ മാറുന്നില്ലല്ലോ. താരതമ്യങ്ങൾ നമ്മെ എവിടെയും എത്തിക്കുന്നില്ല. എന്നാലും വിക്രമാദിത്യ കഥകൾ വായിച്ചിട്ടുള്ളവർക്കറിയാം സാലഭഞ്ജികകൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളെക്കുറിച്ച്. സിംഹാസനത്തിലേക്കുള്ള ഓരോ പടി കയറുമ്പോഴും ആ പടിയിലെ സാലഭഞ്ജിക പറയും ഒരു കഥ. ആ സിംഹാസനത്തിൽ ഇരുന്ന് നാടുവാണ മഹാരാജാവിന്റെ അത്ഭുത കഥ. അതുപോലെ ഭരിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. അർഹതയുണ്ടെന്ന് ബോധ്യമായാൽ മാത്രം അടുത്ത പടിയിലേക്ക് കയറുക. എല്ലാം കൊണ്ടും എക്കാലത്തും താഴെ മാത്രം നിൽക്കേണ്ടവർ ദൈവവും മാലാഖമാരും കയറി ചെല്ലാൻ മടിക്കുന്ന ഇടയിലേക്ക് നിഷ്പ്രയാസം കടന്നു കയറുന്ന ചെകുത്താന്മാർ. ധർമ്മസിംഹാസനത്തിലേക്കുള്ള കയറ്റത്തിന് എന്താണ് ഒരു മിനിമം യോഗ്യത? ഇത് കാലത്തിന്റെ ദുരന്തം. ഇവിടെയാണ് വള്ളുവരുടെ വാക്കുകൾ പുനർവിചിന്തനത്തിനും വിധേയമാകുന്നത്. സ്വയം നന്നാവാത്തവർ ജനത്തെ നന്നാക്കാൻ ഇറങ്ങി പുറപ്പെടുക. നാട് നന്നാക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുക. ഇത്തരം സേവനങ്ങളുടെ വില എത്ര വലുതാണ്! അന്യരെ കുറ്റം പറയാൻ വരട്ടെ. അതിനു മുമ്പ് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്നീ 6 ദോഷങ്ങളും വെടിയണം.
അത് ധീരന്മാർക്കേ സാധിക്കൂ. ഈ ദോഷങ്ങളുടെ പൂരണത്തിനു വേണ്ടി ദൂർത്തടിക്കാനുള്ളതല്ല പൊതുഖജനാവിലെ പണം. അത് ജനങ്ങളുടേതാണ്. ജനക്ഷേമത്തിനു വേണ്ടി മാത്രം വിനിയോഗിക്കേണ്ടതാണ്. തിനൈ തുണയാ കുറ്റം വരിനും പനൈ തുണയാ കൊൾവർ പഴി നാണുവാർ. തിനയളവു ദോഷവും പനയളവു വലിയതായി കരുതിയിടും ധർമ്മഭീരുക്കൾ. താങ്ക് യു. Thank you, ma'am. Kural 433. Those cautious of blame reckons error of grain size as of mountain size and keep vigil. Tirukural 433 beautifully illustrates the profound wisdom of those who fear blame. Even the smallest error, as minuscule of a mountain, this keen awareness compels them to maintain unwavering vigilance, constantly guarding against any transgression. No matter how seemingly insignificant their sensitivity to potential fault reflects a deep understanding of the corrosive nature of even minor misdeeds and a commitment to unwavering integrity. A powerful parallel resonates in the teachings of the Bible, particularly in passages emphasizing the importance of clear conscience and the potential for even little sins to lead to greater failings. Just as Jesus spoke of being faithful in small things, leading to being faithful in much, Luke 16:10. The Quran emphasizes that a meticulous avoidance of even minor errors is the hallmark of true moral strength. Both traditions underscore the critical importance of constant self-awareness and diligent vigilance in maintaining a life free from reproach, recognizing that even the smallest seed of wrongdoing can grow into something substantial and damaging. Tinai tunaya guttam varinum panai tunaya kolvar parinanu suvar. Those who fear guilt, if they commit a fault small as a millet seed, will consider it to be as a palmyra tree. Thank you, sir. കുറൽ 433. തിനെ തുണയാ കുറ്റം അരിനും പനെ തുണയാ കൊൾവർ പഴിനാറുക. കുറൽ 434. குற்றமே காக்க பொருளாக குற்றமே അற்றന്തരവും പകை. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുറളാണിത്. താം ചെയ്യും കുற்றമേ തമക്ക് കുഴി തോണ്ടും പகை. ஆகவே குற்றத்தை கவனத்துடன் തടുപ്പായാക. നമ്മൾ ചെയ്യുന്ന കുറ്റം തന്നെ നമുക്ക് കുഴി തോണ്ടുന്ന കാര്യം എന്നാണ് പറയുന്നത്. നമ്മളെ കുഴിയിൽ വീഴ്ത്താൻ ഉള്ളത് നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങളാണ്. അതുകൊണ്ട് കുറ്റം ചെയ്യാതെ ഇരിക്കുക. അതാണ് വളരെ സിമ്പിളായിട്ട് തിരുക്കുറളിൽ വള്ളുവർ പറയുന്നത്. ഓവർ സർ. കുറ്റം ഭവിക്കാതെ കാക്കുക. കുറ്റമാണ് ഏറ്റവും വരുത്തുന്ന ശത്രു. നമ്മുടെ ജീവിതത്തിലെ കുറ്റം വരാതെ സൂക്ഷിക്കുക. ഒരിക്കൽ കുറ്റം പറ്റിയാൽ അത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ തന്നെ നഷ്ടമാക്കി കളയും. പക്ഷേ ഏറ്റവും വലിയൊരു ശത്രു എന്ന നിലയിലാണ് കുറ്റത്തെ കാണുന്നത്. മസ്റ്റ് വാർഡ് ഓഫ് എറേഴ്സ്, മിസ്റ്റേക്ക് ഈസ് an enemy causing destruction. So the key lesson of this Quran, one must guard against mistakes, or an error is an enemy that brings ruin.
So must warn of errors. The leaders should be vigilant in avoiding mistakes, as even small errors can lead to major consequences. And mistakes is an energy causing destruction or enemy causing destruction. Unlike external force, mistakes arises from within and can silently destroy success, reputation, and stability. So the essence is that carelessness is a hidden enemy. Kural 434. കുറ്റമേ കാക്ക പൊരുളായിക കുറ്റമേ അറ്റം തരും പകை. കുral 435. வருமுன்னர் காவாதான் வாழ்க்கை எரிமுன்னர் வைத்தூறு போல கெடும். അതായത് നേരത്തെ നമ്മൾ ഒരു തെറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് വരുന്നു, അത് മനസ്സിലാക്കി അതിന് അവോയ്ഡ് ചെയ്യണം. അതിന് അവോയ്ഡ് ചെയ്തില്ലെങ്കിൽ എരിന്ന് വെച്ചാൽ തീയിന് മുമ്പ് കച്ചിൽ നമ്മൾ വെച്ചാൽ എന്ത് പറ്റും? അതിൽ തീ പിടിച്ച് നാശമാകും. അതുപോലെ നമ്മുടെ ജീവിതമാകും. അതാണ് വരുമുന്നർ കാവാതാൻ വാഴ്ക്കൈ எரிமுன்னர் வைத்தூறு போல கெடும். முன்கூட்டியே எச்சரிக்கையாக இருந்து ஒரு தவறான செயலை தவிர்த்து கொள்ளாதவருடைய வாழ்க்கையானது நெருப்பின் முன்னால் உள்ள வைக்கோல் போர் போல ആകിവിടും. തെറ്റ് എന്ന് പറയുന്നത് അത് ഒരു തീപ്പൊരി പോലെയാണ്. അതിനു മുമ്പ് കച്ചിൽ വെച്ചാൽ അത് കത്തിപ്പോകും. അതുപോലെ നമ്മുടെ ജീവിതം പാഴാകാതിരിക്കാൻ വേണ്ടി നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുക എന്നാണ് വള്ളൂർ പറയുന്നത്. ഓവർ സർ. താങ്ക് യു സർ. ഖുറാൻ 435. വരുമുന്നർ കാവാതാൻ വാഴ്ക്കൈ എരിമുന്നർ വൈത്തൂറ് പോലെ കെടും. വരും മുമ്പ് കാക്കാത്തോൺ അഗ്നി മുഖാർന്ന വൈക്കോൽ തൂപോൽ കെടുന്നു. ഈ ഖുറലിൽ തിരുവള്ളുവർ പറയുന്നു, കുറ്റങ്ങളൊന്നും വരുത്താതെ ജീവിതം മുന്നോട്ട് നയിക്കുന്നവനാകണം ഒരു രാജാവെന്നും രാജധർമ്മം അതാണെന്നും അല്ലാത്ത പക്ഷം അദ്ദേഹത്തിന്റെ ജീവിതം അഗ്നിയോട് സമീപിക്കുന്ന വൈക്കോൽ തീപിടിച്ച് ചാരമാകുന്നത് പോലെ നശിക്കുമെന്നും പറയുന്നു. ഒരു രാജ്യത്തിന്റെ നായകൻ കുറ്റമറ്റ വ്യക്തിയാകണം. ആധുനിക ലോകത്ത് ഇത് രാഷ്ട്ര നേതാക്കൾക്ക് ബാധകം. രാഷ്ട്രീയ പാർട്ടി ഏതുമായിക്കോട്ടെ, അവർ തിരഞ്ഞെടുത്ത ജനതയെ ന്യായമായ ജീവിതം നയിക്കാൻ സഹായിക്കേണ്ടതുണ്ട്. നായകൻ സശക്തനാണെങ്കിൽ ജനം അയാളെ പിന്തുടരും. തനിക്ക് നേരെ എത്തുന്ന മറ്റൊരാൾക്ക് കുറ്റമാക്കി മാറ്റാവുന്ന കാര്യങ്ങളെ എങ്ങനെ മനോഹരമായ ഒരു സാധ്യതയാക്കാമെന്നറിയാൻ അയാൾക്ക് കഴിയും. കാരണം ജീവിതം നമുക്ക് നേരെ എന്തെറിയുന്നു എന്നുള്ളത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. നാം അതൊരു പരിധി വരെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കും, എന്നാൽ പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലുമല്ല. നമുക്ക് നേരെ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളും വലിച്ചെറിയും. എന്നാൽ അതിൽ നിന്ന് നാം എന്ത് സൃഷ്ടിക്കുന്നുവെന്നത് 100% നമ്മുടെ കൈകളിലാണ്. നാം അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്താൽ ജീവിതം തനിക്ക് നേരെ എന്തു തന്നെ തന്നാലും ഞാൻ അതിനെ ഒരു മഹത്തായ സാധ്യതയാക്കുമെന്നും അതെന്തായാലും അതിനെ ഒരു പ്രശ്നമാക്കി മാറ്റില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ എത്തുക നമ്മുടെ ജീവിതം എപ്പോഴും സാഹചര്യങ്ങൾ മാത്രമായി മാറുന്നു. അതിന് നമുക്ക് ഞാനതിനെ ഒരു മഹത്തായ സാധ്യതയാക്കുമെന്നും അതെന്തായാലും അതിനെ ഒരു പ്രശ്നമാക്കി മാറ്റില്ല എന്നുള്ള തീരുമാനത്തിലും എത്തുക. നമ്മുടെ ജീവിതം എപ്പോഴും സാഹചര്യങ്ങൾ മാത്രമാണ്. അതിനെ നമുക്ക് സാധ്യതകളോ പ്രശ്നങ്ങളോ ആക്കി മാറ്റാം. നാം സാധ്യതയെ തിരഞ്ഞെടുത്താൽ ജീവിതം കുറ്റമറ്റതാക്കാം എന്ന് സാരം.
ബാഹ്യമായ സൗഖ്യത്തിന് വേണ്ടി ഒരു സാങ്കേതിക വിദ്യ ഉള്ളതുപോലെ ആന്തരിക സൗഖ്യത്തിന് വേണ്ടിയും ഒരു ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഉണ്ട്. അതിൻ്റെ സ്വിച്ചുകൾ ശ്രദ്ധിച്ച് ഓൺ ഓഫ് ആക്കി കുറ്റമറ്റ രാജാവിനെ പോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതവും കുറ്റമറ്റതാക്കാം. കുറൽ 435 വരുമുന്നർ കാവാതാൻ വാഴ്ക്കൈ എരിമുന്നർ വൈത്തൂർ പോലെ കെടും വരുമുമ്പ് കാക്കാത്തോൺ വാഴ്വഗ്നി മുഖമാർന്ന വൈക്കോൽ ടൂറുപോൽ കെടുന്നു. ഓവർ. താങ്ക് യു സർ. Life of one who does not take care before dangers arrive perishes like help of stove in front of fire. This Kurul explains a powerful warning about foresight and preparation of the face of danger. Does not take care before danger arrives. A person, particularly a leader, who ignores threats or delay action until it is too late is doomed and perishes like help of a stove in front of fire. The stove burns instantly. Similarly, last minute of efforts are useless against impending danger. So the key lessons: foresight is survival. Anticipating problems and acting early is a mark of wisdom. Procrastination or distraction, like a stove shields in flames, reactive measures that fail early. So the leadership implication means the great rulers forfeited defenses and stores resources and planned ahead. Unprepared kingdom fell. വരുമുന്നർ കാവാതാൻ വാഴ്ക്കൈ എരിമുന്നർ വൈത്തൂർ പോലെ. കുറൽ 436. தன் குற்றம் நீக்கி பிறர் குற்றம் காண்கிர் பின் என் குற்றமாகும் இறைக்கு. அதாவது தான் தவறு செய்யாது பிறர் தவறுகளை சுட்டி காட்டிடும் மன்னனை யாரும் குறை சொல்ல முடியாது. അതായത് ഒരു തെറ്റ് ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് മറ്റവരുടെ കുറ്റങ്ങളെ ഒരു അരസൻ ഇപ്പോഴുള്ള പൊളിറ്റീഷ്യൻ വാട്ട് എവർ മേ ബി അപ്പം അവർ മറ്റവരുടെ കുറ്റം പറയുമ്പോൾ യാരും അവനെ ഒന്നും പറയത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലെ ഒരു ചെറിയ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മഹാത്മാഗാന്ധിജിയുടെ ഒരു ലൈഫിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ്. ഗാന്ധിജിനടുത്ത് ഒരു ലേഡി ഒരു കൊച്ചു ചെറുക്കനെ കൊണ്ടുവരുന്നു. ബാബുജി ഈ പയ്യൻ ഒരുപാട് സ്വീറ്റ് കളിക്കുന്നുണ്ട്, നിയന്ത്രണമൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പം ഗാന്ധി ഒരു കാര്യം ചെയ്യും, ഒരാഴ്ച കഴിഞ്ഞ് എന്നെ ഒന്ന് കാണാൻ വരണം എന്ന് പറയുന്നു. ഒരാഴ്ച കഴിഞ്ഞ് അവർ ആ കുട്ടിയെ കൊണ്ടുവരുന്നു, കുട്ടിയെ അഡ്വൈസ് ചെയ്യുന്നു. അപ്പം കൂടെ ഇരുന്നവർ പറയുന്നു, ബാബുജി ഇത് അന്നേ പറയാമായിരുന്നല്ലോ, അതല്ല ഞാനും ഒരുപാട് സ്വീറ്റ് കളിക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരാഴ്ച ഞാൻ സ്വീറ്റ് കളിക്കാതിരുന്നത്, അതിനുശേഷം ആണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഈ തിരുക്കുറളിലെയും അതേ മീനിങ് ആണ് വരുന്നത്. അതാണ് സിമിലാരിറ്റി പറയാൻ വേണ്ടിയാണ് ആ ചെറിയ ഒരു ഇൻസിഡന്റ് പറഞ്ഞത്. ഓവർ സർ. താങ്ക് യു സർ. കുറൽ 436 തൻകുറ്റം നീക്കി പിറർ കുറ്റം കാൺകിർ പിൻ എൻ കുറ്റമാകും ഇറയ്ക്കു. തന്റെ കുറ്റം തീർത്ത് പരദോഷം കാണുകിൽ എന്തു കുറ്റം നൃപർക്കുണ്ടാം. മഹാനായ ഒരു ഭരണാധികാരി സദ്ഭരണം കാഴ്ചവെക്കുന്നു. ആത്മനിയന്ത്രണമുള്ള ഒരു ഭരണവും അച്ചടക്കമുള്ള ഒരു ജനതയുമാണ് നാടിനെ നാടാക്കുന്നത്. അതിന് എല്ലാ ദോഷങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നവനായ നൃപന്റെ നേതൃത്വം വേണം. ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം മതവും കാമവും ക്രോധവും പാടില്ല. അവയൊക്കെ കടുത്ത ദോഷങ്ങളാകയാൽ മഹത്തായ ധനം അവയ്ക്കു വേണ്ടി അധർമ്മ വഴികളിലൂടെ ചോർന്നു പോകും. അത് വലിയ പിഴയാകും. അതിനാൽ രാജാവ് കുറ്റങ്ങൾക്കും ദോഷങ്ങൾക്കും അതീതനായിരിക്കണമെന്ന കാര്യത്തിൽ
യാതൊരു വിട്ടുവീഴ്ചയുമില്ല. രാജ്യത്തിന്റെ ധനസമ്പത്ത് രാജ്യക്ഷേമത്തിനും സത്കർമ്മത്തിനും ധർമ്മനിർവഹണത്തിനും പ്രജാഹിത സാഫല്യത്തിനും വേണ്ടി മാത്രം വിനിയോഗിക്കാനുള്ളതാണ്. രാജാവിനും കൂടെയുള്ള സ്തുതിപാഠകന്മാർക്കും വീതം വയ്ക്കാനുള്ളതല്ല അത് എന്ന് ഖുറൽ എടുത്തു പറയുന്നു. പണ്ഡിതന്മാർ, പൂർവികന്മാർ, തപസ്വിമാർ, ഗുരുക്കന്മാർ, മാതാപിതാക്കന്മാർ, ജ്ഞാനികൾ എന്നിവരെ മാനിക്കാതെയുള്ള ദുരഭിമാനവും ആത്മപ്രശംസയും രാജാക്കന്മാർക്ക് ദോഷം ചെയ്യുമെന്നും ഖുറൽ ഉറക്കെ പറയുന്നു. വലുതായ വികാര വിക്ഷോഭങ്ങൾക്ക് വിധേയനാകുന്ന ചാഞ്ചല്യവും അരുത്. അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കുന്നു എന്ന ചൊല്ല് പ്രസിദ്ധമാണ്. അധികാരികൾക്ക് ഭൂഷണം ആത്മനിയന്ത്രണമാണ്. ഖുറൽ 436. തൻ കുറ്റം നീക്കി പിറർ കുറ്റം കാൺകിർ, പിൻ എൻ കുറ്റമാകും ഇറയിക്കൂ. തന്റെ കുറ്റം തീർത്ത് പരദോഷം കാണുകിൽ എന്തു കുറ്റം നിർഭർക്കുണ്ടാം. താങ്ക് യു. If a leader or king detects and avoids own mistakes in advance and then finds others' faults, what mistake is there with him? So here, this Quran delivers a profound lesson on self-correction before correcting others, especially in the case of leaders. That means if a ruler first detects and avoids his own fault, then point out others' mistakes, what errors lies in him. It explains that detect and avoid own mistakes first means a self-reflection and self-discipline is important for a ruler. Then find others. That is a moral authority to correct others. So what mistake is there within him? Such leader is beyond reapproach. So it leads more accountability, more legitimacy and integrity. ഖുറൽ 436. തൻ കുറ്റം നീക്കി പിറർ കുറ്റം കാണിക്കും, പിൻ എൻ കുറ്റമാകും ഇറക്കും. ഖുറൽ 437. செயற்பால செய்யாதி வரியான் செல்வம் உயர்பால தன்றிக் கெடும். நற்பணிகளை செய்யாமல் சேமித்து வைக்கப்படும் கருவியின் செல்வம் பயன் ஏதுமின்றி பாழாகிவிடும். நல்ல காரியங்கள் செய்யாது கருமின்னு വെച്ചാൽ யாருக்கும் ஒரு உபகாரமும் ചെയ്യാത്തവൻ, അവൻ്റെ സ്വത്ത് யாருக்கும் பயன்படாது, യൂസ് ഇല്ലാതെ അത് നാശമായി പോകും എന്നാണ് വള്ളുവർ പറയുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ എല്ലാവരും കാണുന്ന ഒരു കാര്യങ്ങളാണ്. നല്ല കാര്യങ്ങൾ ചെയ്യാതെ സ്വത്തുക്കളെ ചേർത്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല, അത് ഒരു സെക്കൻഡിൽ ഇല്ലാതെ പോകും എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയത്. എൻ്റെ ഒരു സ്വന്തം എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, എൻ്റെ നാട്ടിൽ ഒരു ജന്മി എന്ന് പറയാം. ഒരുപാട് വസ്തുക്കളുണ്ട്, കൃഷികളുണ്ട്, ജന്മിയാണ്. പക്ഷേ പുള്ളി ഒരു ആൾക്കും ഒരു ഉപകാരവും ചെയ്യത്തില്ല. അവസാനം പുള്ളി അതിനു മുമ്പ് തന്നെ അവരുടെ പിള്ളേർ ആ സ്വത്ത് മുഴുവനും നശിപ്പിച്ചു. ഇന്ന് അവരെല്ലാം തെരുവിലെ തെണ്ടി നടക്കുകയാണ്. ഇത് ഞാൻ നേരിട്ട് കണ്ട ഒരു കാഴ്ചയാണ്. ഇതുപോലെ പലർക്കും പല എക്സ്പീരിയൻസ് കാണും. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്നത് നല്ലതാണ്. അതില്ലാതെ വെറുതെ സ്വത്ത് ചേർത്ത് വെക്കുന്നത് പാഴായിപ്പോവും എന്നാണ് വള്ളുവർ പറയുന്നത്. ഓവർ സർ. താങ്ക് യു സർ. ഖുറൽ 437. செயற்பால ചെയ്യാതു ഇവറിയാൻ സെൽവം ഉയർപ്പാല തൻറിക്കെടും. കടമകൾ ചെയ്യാതെ ലോഭിപ്പോൻ തൻ ധനം ഉയർവറ്റു പാഴിൽ കെടുന്നു. കടമകൾ ചെയ്യാതെ ലോഭിപ്പോൻ തൻ ധനം ഉയർവറ്റു പാഴിൽ കെടുന്നു.
ധനസമ്പത്ത് കൊണ്ട് തനിക്ക് ധാർമ്മികമായി എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് അതൊന്നും ചെയ്യാൻ മുതിരാതെ അതിൻ്റെ പേരിൽ ലോപം കാണിച്ച്, അതായത് കുറവ് കാണിച്ച് മടിച്ചു നിൽക്കുന്നവന്റെ സമ്പൽ സമൃദ്ധി തുടർന്നുള്ള വളർച്ചയൊന്നും ഉണ്ടാകാതെ പാഴടഞ്ഞു പോകും. കൃത്യമായി അനുഷ്ഠിക്കേണ്ട കടമകൾ, താൻ തന്നെ ചെയ്യേണ്ടതായ നല്ല നല്ല ചെയ്തികൾ ഒന്നും ശ്രദ്ധിക്കാതെ ധനാർത്ഥി കൊണ്ട് അവയോട് വൈമുഖ്യം കാണിച്ച് ലോപം പുലർത്തുന്നവൻ അവന്റെ ധനാർത്ഥി മുഴുത്ത ഭരണാധികാരിയുടെ സമ്പത്തിന് പിൽക്കാലത്ത് യാതൊരു വളർച്ചയും ഉണ്ടാകില്ല. അതായത് ഒരു രാജാവ് ധനാർത്ഥി മൂലം ചെയ്യേണ്ടതായ പണം വിനിയോഗിക്കേണ്ടതായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നില്ല എങ്കിൽ അയാളുടെ യശസ് ഉയരുന്നില്ല. അതുപോലെ തന്നെ അയാളുടെ സമ്പത്ത് അചിരേണ പാഴടഞ്ഞു പോകുന്നു. കടമകൾ ചെയ്യാതെ ലോപിപ്പോൻ തൻ പണം ഉയർവറ്റു പാഴിൽ കെടുന്നു. ധനമോഹം കളയുക, ധനാർത്ഥി ഒഴിവാക്കുക. പൂന്താനം എഴുതി ജ്ഞാനപ്പാനയിൽ, അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം, 10 കിട്ടിയിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും. ഇന്ന് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മിക്ക അക്രമങ്ങൾക്കും പിന്നിൽ ബുദ്ധിമുട്ടാതെ പണം കണ്ടെത്തുക എന്നതിനുള്ള വഴികൾ മാത്രമാണ്. സുവിശേഷത്തിലെ സക്കിയോസ് ധനം സമ്പാദിച്ചപ്പോഴല്ല, മറിച്ച് ആ ധനം നഷ്ടമാകാൻ അല്ലെങ്കിൽ ദരിദ്രർക്ക് കൂടി പങ്കുവെക്കാൻ തയ്യാറായപ്പോഴാണ്, തനിക്ക് ന്യായമായും അർഹതയുണ്ടായിരുന്ന ധനം സഹോദരങ്ങളുമായി പങ്കുവെക്കാൻ തയ്യാറായപ്പോഴാണ് സക്കയോസ് കർത്താവിനെ കണ്ടുമുട്ടുന്നതും അവൻ അറിയപ്പെടാൻ തുടങ്ങിയതും. ധനത്തിന് വേണ്ടി ജീവിച്ച ഒരുപാട് മനുഷ്യർ അവരുടെ ദ്രവ്യാഗ്രഹം മൂലം ജീവിതവും ജീവിത ലക്ഷ്യങ്ങളും സഫലമാകാതെ നഷ്ടപ്പെടുത്തുന്നതും, മാതാപിതാക്കളെ അവരുടെ വൃദ്ധ രോഗാവസ്ഥയിൽ ആവശ്യമായ ചികിത്സ നൽകാതെ പണം വിനിയോഗിക്കാൻ മടിക്കുന്ന മക്കളെയും നമുക്കിന്ന് കാണാം. കടമകൾ യഥാവിധി ചെയ്യാൻ ഈ ഖുർആൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഖുർആൻ 437, ചെയർപാല ചെയ്യാതു ഇവറിയാൻ സെൽവം ഉയർപ്പാല തന്ത്രിക്കും, കടമകൾ ചെയ്യാതെ ലോപിപ്പോൻ തൻ ധനം ഉയർവറ്റു പാഴിൽ കെടുന്നു. ഓവർ. താങ്ക് യു സർ. Quran 437. The wealth of miser who does not do incumbent duties will perish without any progress. That means who lives undone what should be done with a regard mind. His wealth will perish, leaving not a wrack behind. That explains that the wealth of the avaricious man who does not expend it for the purpose for which he ought to expend, it will waste away and not continue. The wealth with a person who spends that there on himself, nor on charity or philanthropic activities, will disappear without any use. Wealth accumulates wealth. There is joy in sharing. The practice of sharing wealth with others brings back more wealth. Use your organization well to improve the lives of people so that the practice will add further wealth to the organization. This practice will put your organization on virtuous cycle, since she shared wealth will be further useful for the society. A miser's wealth unused does not increase but lost when society in which your business operates prospers, your business will further. നിലവിലുള്ള ചുമതലകൾ ചെയ്യാത്ത പിശുക്കന്റെ സമ്പത്ത് വർദ്ധിക്കില്ല, നശിച്ചു പോകും. ഖുർആൻ 437. ചേർപ്പാല ചെയ്യാതെ ഇവറിയാൻ സെൽവം ഉയർപ്പാല തെറ്റിക്കും. ഖുർആൻ 438.
பற்றுள்ளம் என்னும் இவர் அண்மை எற்றுள்ளும் எண்ணப்படுவதொன்றன்று. இதன் அர்த்தம், செலவிட வேண்டியவற்றிற்கு செலவிடாமல் செல்வத்தின் மீது ஆசை கொண்ட கஞ்ச மனத்தை பெற்றிருப்பது കുറ്റങ്ങൾ എല്ലാവற்றிലും കൊടിയ കുറ്റമാകും. ഇത് നേരത്തെ പറഞ്ഞ കുറലിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയാം. അതായത് നല്ല കാര്യങ്ങൾക്ക് ചെലവ് ചെയ്യാതെ ഒരുപാട് സ്വത്ത് സമ്പാദിച്ച് വെക്കുന്നത് കുറ്റങ്ങളെക്കാളും മോശമായ ഒരു കുറ്റം എന്നാണ് വള്ളുവർ പറയുന്നത്. ഓവർ സർ. പറ്റുള്ളത്താൻ ധനം ലോപിക്കൽ മറ്റുള്ള കുറ്റങ്ങളിൽ വെറും കുറ്റം. Miserliness expectant of wealth is a separate sin which cannot be listed among misdeeds. So here a sharp critic of miserliness, that means greed, by declaring it is uniquely destructive vice. So miserliness that causes wealth yet hoards it. It is a sin or vile. It stands apart from all other evils. There are two parts. Expectant of wealth. The miser desires riches endless, but refuses to use them for good, and cannot be listed among misdeeds. It is not just a flaw, it is a harm. It is so extreme that it is transcends ordinary wrongdoing. பற்றுள்ளும் என்னும் இறைவன்மை எற்றுள்ளும் எண்ணப்படுவது. குறள் 439. வியவர்க்க எஞ்ஞான்றும் தன்னை நயவர்க்க நன்றி பயவா வினை. எந்த ஒரு காலகட்டத்திலும் தன்னைத்தானே உயர்வாக எண்ணிடும் தற்பெருமை கொண்டு நன்மை தராத செயல்களில் ஈடுபடக்கூடாது. ഇതിൻ്റെ இன்னொரு வெர்ஷன், எவ்வளவு பெரிதாக வளர்ந்தாலும் എത്ര വലിയ ആളായാലും അഹങ്കാരം പാടില്ല. അഹങ്കാരം കൊണ്ട് നമ്മളെ വലുതാക്കി സംസാരിക്കുന്നത് പാടില്ല. നാട്ടുക്കും ആட்சிக்கும் നന്മ തരാத செயல்களை செய்ய விரும்பாதே. ഇതുപോലെ ചെയ്യുന്നത് നാടിനും നാട്ടാർക്കും നന്മ ചെയ്യത്തില്ല. തന്നെത്താനെ പുകഴ്ത്തി പറയുന്ന കാര്യം നാട്ടാർക്കും നാട്ടിനും നന്മ ചെയ്യത്തില്ല എന്നാണ് വള്ളുവർ പറയുന്നത്. അഹങ്കാരം പാടില്ല, തന്നെത്താനെ പുകഴ്ത്തി സംസാരിക്കാൻ പാടില്ല എന്നാണ് വള്ളുവർ പറയുന്നത്. ഇത് മെയിനായിട്ട് പറയുന്നത് ഫാർ കിങ്സ്, അരസൻക്കാണ് പറയുന്നത്. അരസൻ വെച്ചാൽ ഇപ്പോൾ ഉള്ള നമ്മുടെ ജനാധിപത്യത്തിലെ മന്ത്രികൾക്കാണ് പറയുന്നത്. തന്നെത്താനെ പുകഴ്ത്തി പറയരുത്, അത് ഒരിക്കലും മക്കൾക്ക് നന്മ ചെയ്യത്തില്ല എന്നാണ് വള്ളുവർ പറയുന്നത്. ഓവർ സർ. താങ്ക് യു സർ. കുറൾ 439. വിയവർക്ക എഞ്ഞാൻറും തന്നൈ നയവർക്ക നன்றி பயவா വിനൈ. മതമാർന്നു തന്നെ പുകഴ്ത്തായ്കൊരിക്കലും നലമറ്റ തൊഴിൽ ചെയ്തിടായിക. സ്വയം വൃത്തിയാവാതെ മറ്റുള്ളതെല്ലാം വൃത്തിയുള്ളതായിരിക്കണം എന്ന് ശഠിക്കുന്ന ചിലരുണ്ട്. അവിടെയാണ് കുഴപ്പങ്ങളുടെ തുടക്കം. നിഷ്പക്ഷമായും നിർബാധമായും നീതിധർമ്മങ്ങൾ നിർവഹിക്കേണ്ടവനാണ് രാജാവ്. രാജാവ് തന്നെ പക്ഷപാതിയും അധർമ്മിഷ്ഠനും അനാചാരിയും അധമനും അനീതിക്കാരനുമായിരുന്നാൽ ആ നാട് എങ്ങനെ രക്ഷപ്പെടും? ആദ്യം തന്റെ ദോഷങ്ങൾ മാറ്റിയിട്ട് മാത്രമേ അന്യദോഷങ്ങൾ കാണാൻ പുറപ്പെടാവൂ. രാജാവ് തന്നെ സ്വയം കുറ്റവാളിയായിരുന്നാൽ കുറ്റം ചെയ്ത പ്രജകളെ ശിക്ഷിക്കാൻ ധാർമ്മികമായി അയാൾക്ക് എന്താണ് അവകാശം? അതിനാൽ ആദ്യം രാജാവ് സ്വയം ശുദ്ധനാവണം. കൃത്യമായും അനുഷ്ഠിക്കേണ്ട കടമകൾ, താൻ തന്നെ നിർവഹിക്കേണ്ട സത്കർമ്മങ്ങൾ, നല്ല നല്ല സംരംഭങ്ങൾ തുടങ്ങിയ എല്ലാ നന്മകളെയും അവഗണിച്ചുകൊണ്ട് ലോകം പുലർത്തുന്ന അധമനായ ഭരണാധികാരിയുടെ വാഴ്ച കാണെ ക്ഷയിക്കും. അയാൾ പൃഷ്ടനാകും. രാജാവിന് ധനാർത്തി ഉണ്ടാവുന്നത് ഏറ്റവും വലിയ കുറ്റം. ധനം തൻ്റേതല്ല, നാടിൻ്റേതാണ് എന്ന തിരിച്ചറിവാണ് ആദ്യം ഉണ്ടാവേണ്ടത്. വ്യക്തികൾ എന്ന നിലയിൽ ആശകളും ആഗ്രഹങ്ങളും ഒന്നുമില്ലാത്തവരല്ല ഭരണാധികാരികൾ. അതെല്ലാം അതീവ രഹസ്യമായി നിറവേറ്റാൻ കഴിയുന്നവർക്ക് ശത്രുക്കളെ ഭയപ്പെടേണ്ടതായി വരുന്നില്ല. അതെല്ലാം
ഭരണത്തെയും അധികാരത്തെയും ഖജനാവിനെയും ജനങ്ങളെയും നാടിനെ തന്നെയും പണയം വെച്ചുകൊണ്ടാവരുത് എന്ന് മാത്രം സൂക്ഷിക്കുക. നിയമങ്ങളെക്കാൾ ക്രൂരമായ അഭിപ്രായങ്ങളാണ് ലോകത്തെ ഭരിക്കുന്നത്. കുറൾ 439. വിയവർക്ക് എഞ്ഞാൻറും തന്നെ നയവർക്ക് നന്ദി പയവാവിനെ മതമാർന്നു തന്നെ പുകഴ്ത്തായികൊരിക്കലും നലമറ്റ തൊഴിൽ ചെയ്തിടായിക. താങ്ക് യു. Quran 439. Never be proud and don't think of actions and virtues. Never indulge in self-complacent mood, nor deed desire that is no gain of good. Let no one praise himself at any time. Let him not desire to do useless things. ആരും ഒരു കാലത്തും സ്വയം പുകഴ്ത്തരുത്, ഉപയോഗശൂന്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുകയും വരുത്. കുറൾ 439. വിയവർക്ക് എഞ്ഞാൻറും തന്നെ നയവർക്ക് നന്ദി പയവാവിനെ. കുറൾ 440. காதல காதல் அறியாமை உய்கிர் பின் ஏதில ஏதிலார் நூல். தான் செய்ய வேண்டியவற்றை பிறர் முன்னதாகவே அறிந்து விடாதபடி காத்தால் அவனை அழிக்க எண்ணும் பகைவர் எண்ணம் பழுதுபடும். അതായത് ഒരു റൂളർ, ഒരു കിങ്ങിന് വേണ്ടിയുള്ള ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ, താൻ ചെയ്യുന്ന കാര്യം മറ്റ യാർക്കും അറിയാத രീതിയിൽ അത് സീക്രട്ടായിട്ട് വച്ചിരുന്നാൽ അവൻ്റെ എനിമീസ്, അവനുടെ പகைவர்கள் ഒന്നും ചെയ്യത്തില്ല. അവർക്ക് കാര്യം ഇവൻ എന്ത് ചെയ്യാൻ പോകുന്നുണ്ടോ അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇതുപോലെ താൻ ചെയ്യ വേണ്ടിയവற்றை பிறர் முன்னதாக அறிந்து விடாதபடி காத்தால் அவனை அழிக்க எண்ணும் பகைவர் എണ്ണം പഴുതുപടും. പഴുതുപടും വെച്ചാൽ അത് ഡിസോൾവ് ആയി പോകും എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്ട്രാറ്റജിക് അപ്രോച്ച്, ഒരു കിങ് എങ്ങനെ ഇരിക്കണം, ഒരു അരസൻ എങ്ങനെ ഇരിക്കണം എന്ന ഒരു കാര്യമാണ് ഈ അവസാനത്തെ കുറളിൽ വള്ളുവർ പറയുന്നത്. ഓവർ സർ. 440 കുറൾ. കാതല കാതൽ അറിയാமை ഉയിർക്കിൻപിൻ ഏതില ഏതിലാർ നൂൽ. ഇച്ഛയും കാമവും ഗൂഢമായി സാധിക്കിൽ ശത്രു സന്നാഹങ്ങൾ പാഴാ. സ്വന്തം ആഗ്രഹങ്ങൾ, ദുഷ്ചിന്തകൾ എന്നിവ നിയന്ത്രിക്കാൻ കഴിവുള്ളവരെ ശത്രുക്കളുടെ ഒരു തരത്തിലുള്ള കെണികളോ പ്രവൃത്തികളോ അവരെ ബാധിക്കില്ല. സ്വയം ഇച്ഛാനുഭോഗങ്ങൾ ഗോപ്യമായി തന്നെ വെറുക്കുകിൽ ശത്രുവാൽ ഉളവാകുന്ന ദ്രോഹമേൽക്കാതെ പാടില്ല. ഇത് ഇന്നത്തെ ഏറ്റവും അവസാനത്തെ കുറളായിരുന്നു. ആരംഭം മുതൽ ഇതുവരെയും കേട്ടത് നമുക്കൊന്ന് സമ്മപ്പ് ചെയ്താൽ നമ്മെ പഠിപ്പിക്കുകയാണ്, മറ്റുള്ളവരുടെ പോരായ്മകൾ നിരീക്ഷിച്ച് കണ്ടുപിടിച്ച് അവയെ ആക്രമിക്കുന്നതിന് മുമ്പ് തൻ്റെ പോരായ്മകൾ തിരുത്തുന്ന ഒരു നേതാവിന് യാതൊരു ദോഷവും വരികയില്ല. ഇന്നിപ്പോൾ എതിർ പാർട്ടിക്കാരനെ ഏത് വിധത്തിലാണ് വാക്കുകൊണ്ടോ അല്ലാതെയോ ദ്രോഹിക്കാവുന്നത്, അതാണ് നമ്മൾ പുറമേക്ക് കാണുന്നത്. അതുപോലെ ലാഘവ ബുദ്ധി കാരണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തവന്റെ സമ്പത്ത് വളർച്ചയില്ലാതെ, അതായത് മുരടിച്ച് അപ്രത്യക്ഷമാണ്. അത്യാഗ്രഹത്താൽ സമ്പത്തിനോട് പറ്റി നിൽക്കുന്നത്
മറ്റേതൊരു പോരായ്മയെക്കാളും മോശമാണ്. പണത്തിന് വേണ്ടിയിട്ടുള്ള വല്ലാത്ത ദുർമോഹങ്ങൾ. ഒരിക്കലും അഹങ്കാരത്തിന് വഴങ്ങരുത്. ആർക്കും പ്രയോജനമില്ലാത്ത വ്യർത്ഥമായ പ്രവൃത്തികളിൽ ഒരിക്കലും മുഴുകരുത്. ജുഗുപ്സാ കാര്യങ്ങൾ രഹസ്യമായി ആസ്വദിക്കുന്നത് പലവിധ ദോഷത്തിന് കാരണമാകും. ഒക്കെ നമ്മളെല്ലാവരും ഓരോ അർത്ഥത്തിൽ നേതൃത്വം വഹിക്കുന്നവരാണ്. കുടുംബത്തിലോ സമൂഹത്തിലോ സ്കൂളിലോ ഒക്കെ നമുക്കുള്ള ഒരു അറിയിപ്പായും നമുക്കിതിനെ കാണാം. ഈ പ്രായത്തിലും നമുക്കൊരു ആത്മശോധനയ്ക്ക് നമ്മെ വിഷയീകരിപ്പിക്കാം. എല്ലാവർക്കും നന്ദിയും സന്തോഷവും. ഇന്നത്തെ ദിനം എല്ലാവരും ചേർന്ന് ഇത് മനോഹരമാക്കി. ആദി ഭഗവാൻ സാറിനും ഓമന ടീച്ചറിനും ഇലമാവിനും ഉഷമാവിനും റോയ് സാറിനും സാബു സാറിനും പ്രത്യേകിച്ചും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കും. ഓവർ. Thank you, sir. Sacred verse 440. Evil acts of enemies won't affect those who are capable to materialize own desires unnoticed. Verse 440 suggests that the evil intentions and actions of enemies will not harm those who possess the capacity to fulfill their own desires without drawing attention or notice. This implies a certain level of inner strength, strategic thinking, and perhaps even a degree of detachment from external validation or opposition. Such individuals operate with a quiet determination, achieving their goals through subtle means, making the malice of their adversaries ineffective against their discreet progress. See, a small example from Bhagavad Gita can be seen in the concept of the Sthitapratna, one with a steady wisdom. While external conflicts and the animosity of others might rage around them, the Sthitapratna, being deeply rooted in self-knowledge and detached from the fruits of action, remains unaffected by the negativity. Their inner peace and focused action towards their duty, dharma, proceed unimpeded by the ill will of others, making such external evil ultimately inconsequential to their inner state and determined path. കാതല കാതൽ അറിയാമൈ ഉയിർ പിൻ ഏതില ഏതിലാർ നൂൽ. Keep your delights in pleasures unknown, to keep the designs of your foes at bay. Chapter 44, in its wisdom, likely guides us towards a deeper understanding or a crucial aspect of life's journey. Its teachings illuminate a path, leaving us with insights that resonate and inspire continued reflection. The small poem I can recite gives the conclusion. The chapter closes its lessons now instilled, a seed of knowledge gently then revealed. May its essence linger, in our hearts reside, a guiding truth where wisdom will preside. Though words may cease, their impact will remain. A compass true
through sunshine and through rain. It was a pleasure connecting with each of you through this Zoom session. Your active participation and insightful contributions made our time together truly valuable. Also, special thanks to Sabu sir and Nayanar sir, and also for allowing me my participation. And thank you everybody, especially Adi Bhagavan sir, Roy sir, and Sheila Begum, Ulagannan sir, Anil Kumar sir, and Suddhodhanan sir, Usha ma'am. Thank you. Okay, thank you, ma'am. Thank you very much. ഇന്നത്തെ വളരെ കൃത്യമായിട്ട് ഒരു മെസ്സേജാണ് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഒരു റൂളർ എന്ന നിലയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മളിലുള്ള മിസ്റ്റേക്കുകളെ ആദ്യം കണ്ടെത്തി അതിനെ പരിഹരിക്കും, എന്നിട്ട് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനും നിയന്ത്രിക്കാനും തെറ്റുതിരുത്താനും ഒക്കെ നമ്മൾ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല ലീഡർഷിപ്പ്, വ്യക്തിപരമായ ലീഡർ, നമ്മളെല്ലാവരും ലീഡേഴ്സാണ്, എപ്പോഴും ലീഡർ ആയിരിക്കേണ്ടതാണ്. കാരണം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ലീഡറാണ്, അല്ലേ? നമ്മളുടെ ഇഷ്ടപ്പെടുന്നവരുടെ മുമ്പിൽ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് മുമ്പിലൊക്കെ നമ്മൾ ലീഡർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളിലുള്ള ലീഡറെ കുറ്റമറ്റതായി കണ്ടെത്തും. അതിഭവൻ സർ പറയും. ഓക്കെ സാർ, ആദ്യം ജോസി സാറിന് അഡ്വാൻസ്ഡ് ബർത്ത്ഡേ വിസസ്. പിന്നെ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം വള്ളുവർ പറഞ്ഞ ഈ കാര്യങ്ങൾ കണ്ണദാസൻ പുള്ളിയുടെ ഒരു പാട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതായത്, சுட்டும் விரலால் எதிரியை நோக்கி குற்றம் சொல்லையிலே மற்றும் 4 விரல்கள் உந்தன் மார்பினை காட்டுதடா. അതായത്, നമ്മൾ ഒരാളെ നോക്കിയിട്ട് വിരൽ ചുണ്ടി ഇങ്ങനെ കാണിക്കുമ്പോൾ, നീ ഈ തെറ്റ് ചെയ്ത് എന്ന് പറയുമ്പോൾ, ബാക്കിയുള്ള 4 വിരലുകളും നിന്റെ മാർബിലെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നീ തെറ്റ് ചെയ്യാത്തവനായി ഇരുന്നാൽ മാത്രമേ മറ്റവൻ്റെ കുറ്റം പറയാൻ പറ്റും എന്നാണ് ആ ഒരു പാട്ടിൽ പറയുന്നത്. അത് തിരുവള്ളൂരുടെ ഒരു മെസ്സേജാണ് പുള്ളി പാട്ടായിട്ട് എഴുതിയിരിക്കുന്നത്. ഒരു സിനിമയിൽ വന്ന ഒരു ഗാനമാണ് ഇത്. ഓക്കെ സർ, താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദ ചാൻസ്. താങ്ക് യു മോഹൻദാസ് സാർ. ഓക്കെ സാർ, താങ്ക് യു. സാർ കേൾക്കുന്നില്ലല്ലോ? കേൾക്കുന്നുണ്ട് സാർ. പറഞ്ഞോളൂ സാർ, പറയാനോ? ഇല്ല, വളരെ നന്നായിരുന്നു. ഞാൻ ഇടയ്ക്കൊരു പുറത്ത് യാത്രയായിരുന്നുകൊണ്ടാണ് ക്ലാസ്സിൽ കയറാതിരുന്നത്. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കയറി. അടുത്തൊന്ന് അമ്പലം ഉള്ളതുകൊണ്ട് അവിടെ ഉത്സവമാണ്. അപ്പൊ അതിന് സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ വേറെ എൻ്റെ വീട്ടിൽ വന്നിരുന്നാണ് കേൾക്കുന്നത്. പിന്നെ ഇന്നലെയൊക്കെ യാത്രയൊക്കെ ആയതുകൊണ്ട് വലിയ ക്ഷീണവും ബോഡി പെയിനൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആദിഭവൻ സാറിനെ വിളിച്ചിട്ട് ക്ലാസ് എടുക്കാൻ പറഞ്ഞത്. അത്രയ്ക്കും ഇതായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാത്ത വരുന്നതാണ്. പിന്നെ അടുത്ത ആഴ്ചയിലുള്ളത് വരുന്നത് അധികാരം 45 പെരിയാரை തുണൈകോടൽ. അത് മഹത്തുക്കളെ തുണയാക്കൽ എന്നാണ് അതിന്റെ പേര്. മുൻ അധികാരത്തിൽ പറഞ്ഞ 6 ദോഷങ്ങളും വെടിഞ്ഞ അരജൻ തന്റെ മാർഗം പിഴയ്ക്കാതിരിക്കുവാനും വിജയത്തിന്റെ വീതിയിലൂടെ തന്നെ നയിക്കുവാൻ പ്രാപ്തരായ മഹാന്മാരുടെ ഗുണം നേടേണ്ടതാണ്. ജ്ഞാനികൾ, പുരോഹിതന്മാർ, നിപുണരായ അമ്മാദ്യന്മാർ എന്നിവരൊക്കെ അതിൽപ്പെടും. രാജവാഴ്ച കുറ്റമറ്റതായിരിക്കുക എന്നതാണ് പരമപ്രധാനം. അതിനാണ് എല്ലാ തരത്തിലുള്ള പണ്ഡിതന്മാരോടും ആലോചിച്ചിട്ട് വേണം ഇത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് അടുത്ത ആഴ്ചയിലായിട്ട് വരുന്നുണ്ട്. ഹെൽപ്പ് ഓഫ് ദ വൈസ്, ഗുരുജന സഹായം എന്നാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാലത്തും രാജാവിന് മാത്രമല്ല, ഒരു കുടുംബത്തിലായാലും നേരത്തെ സാബു പറഞ്ഞല്ലേ, എല്ലാവരും ലീഡറാണ്. അങ്ങനെ വരുമ്പോ ലീഡറിന് കുറ്റമറ്റതായിരിക്കുന്നെങ്കിൽ എല്ലാവരുടെയും എന്താ പറഞ്ഞാല് ആശയങ്ങളും അഭിപ്രായങ്ങളും ചോദിച്ചു വേണം തീരുമാനങ്ങൾ എടുക്കാൻ എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് വളരെ തുടക്കത്തിൽ 15 പേരുണ്ടായിരുന്നു. വളരെ ധന്യമായിരുന്നു.
കാരണം ശരിക്കും രാജഭരണത്തിന്റെ കാര്യങ്ങളാണ് വള്ളൂർ പറഞ്ഞു പോകുന്നത്. ഓരോ കാര്യങ്ങളും അതിൻ്റെ ഒരു അടുക്കും ചിട്ടായിട്ട് തന്നെ പറഞ്ഞു പോകുന്നത്. എങ്കിൽ മാത്രമേ നല്ലൊരു സത്ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുള്ളൂ. അതിന് വേണ്ട സദ്ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഓരോ ഇതിലും വള്ളൂർ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും നന്ദി. പിന്നെ ജോസി സാറിന്റെ ബർത്ത്ഡേ ഞാൻ ആദ്യമുള്ള കേട്ടില്ല, അതുകൊണ്ടായിരിക്കും പറയാൻ തെറ്റ്. എല്ലാവരും ജന്മദിന ആശംസകൾ നേരുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു സർ. ഉലഹന്നാൻ സർ, ആദ്യമായിട്ട് ജോഷി സാറിന് 60ാമത്തെ വയസ്സിന്റെ എല്ലാവിധ നന്മകളും നേരിട്ടു. ഇന്നത്തെ ക്ലാസ്സിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കണ്ണാടി വെച്ച് നമ്മളെ കണ്ടുകൊണ്ട് നമ്മളോട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നല്ല വ്യക്തിയാണോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾക്ക് പുറകെ പോകരുത്. 2, രാഷ്ട്രീയ ഭരണ രാജാക്കന്മാർക്കുള്ളത് പോലെ തന്നെ ഖജനാവ് കാലിയാക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു നിർദ്ദേശം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തിരുക്കുറളിന്റെ ഉടമ നമുക്ക് തന്നിരിക്കുന്നു. 100ാം വാർഷിക, 4ാം വാർഷികം, 9ാം വാർഷികം ഒക്കെ ആഘോഷിക്കുമ്പോൾ എത്രയോ പേരുടെ, നമ്മുടെ കേരളത്തിന്റെ സ്ഥിതിയാണ്, രാഷ്ട്രീയമായിട്ടുള്ളൊരു നിർദ്ദേശമല്ല ഞാൻ പറയുന്നത്, 100 കോടി രൂപ എടുത്ത് പുല്ലുപോലെ ചെലവ് ചെയ്യുമ്പോൾ 100 രൂപ കൂട്ടിക്കൊടുക്കാൻ ആവശ്യപ്പെട്ട് പെരുവഴിയിൽ സമരം ചെയ്യുന്ന സ്ത്രീകളോടുള്ള ക്രൂരത, എൻ്റെ വാക്ക് മാത്രമാണ്, ക്ഷമിക്കുക മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും. ഇത് ചെയ്യരുത് എന്നാണ് കൃത്യമായും തിരുക്കുറളിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കിട്ടിയത്. ഓക്കെ സാർ, എല്ലാവർക്കും നന്ദിയുണ്ട്. ഭഗവാൻ സാറിന് പ്രത്യേകം നന്ദി. താങ്ക് യു. ടീച്ചർ. താങ്ക് യു സാർ. ജോഷി സാറിന്റെ ബർത്ത്ഡേ അവസാനം നമ്മളൊരു ഹാപ്പി ബർത്ത്ഡേ പാടി അവസാനിപ്പിക്കായിരുന്നു സാർ നേരത്തെ. പിന്നെ നാളെ പറ്റിയായിരുന്നല്ലേ സാറ് പറഞ്ഞത്? നാളെ മിക്കവാറും സാർ വളരെ ഷാർപ്പായിട്ട് എക്സ്ട്രാ ചിലർക്ക് അതിന്റെ ഇടയിൽ കൂടെ കയറുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരണ്ട. അഡ്വാൻസ് ആക്കാം. ഷീലമാമും ഉഷമാമും കൂടെ ഒരു ആശംസയൊക്കെ പറയുന്നുണ്ട്. അവസാനം നമുക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ഒരു അടിപൊളി പാട്ടൊക്കെ പാടുന്നത് അല്ലേ? ഉഷമാം പറഞ്ഞു. ഷീ ടീച്ചർ പറയാമോ? ആദ്യം ഞാൻ ഒരു ലൈനിൽ വരുന്നേ ഉള്ളൂ സാറേ. ഷീ ടീച്ചർ പറഞ്ഞോളാമോ? മറ്റേ ക്ലാസ്സുകളിൽ, തിരുക്കുറൾ ക്ലാസ്സുകളിൽ ഡൗട്ട് സാറും കൂടി വരണം എല്ലാ ക്ലാസ്സിലും. ആദിഭഗവാൻ സാറ് തിരുക്കുറളിന്റെ ക്ലാസ്സുകളിൽ നമ്മളെ മോഹൻദാസ് സാർ നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാറും എത്തിയാൽ ഭയങ്കര സന്തോഷം. രണ്ടുപേരുടെ ഈ തമിഴ് കലർന്ന സംസാരം നല്ല സുഖം തോന്നുന്നുണ്ട്. സാധാരണ നമ്മുടെ ഈ മലയാളം അല്ലാതെ വേറൊരു ഇത് സ്ലാങ് കേൾക്കുമ്പോഴത്തേക്ക് അതൊരു ഇഷ്ടം തോന്നുന്നു. അപ്പൊ സാറിന് കൂടെയൊക്കെ ഇനി പങ്കെടുക്കാം. പിന്നെ നമ്മളിന്നിവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ തിരുക്കുറളിനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നവരാണ്. റോയ് സാറൊക്കെ, പിന്നെ റോയ് സാർ, ഉലഹന്നാൻ സാറിനെ കുറെ നാളായി കണ്ടിട്ട്. പിന്നെ സാറ് വലിയ തിരക്കാണെന്ന് തോന്നുന്നു. റോയ് സാറ് വളരെ നന്നായിട്ട് തിരുക്കുറള് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊക്കെ സ്വല്പേ പറയുള്ളായിരുന്നു, ഇപ്പൊ കുറച്ചുകൂടെ പറയുന്നുണ്ട്. പിന്നെ ഓമന മാം അടിച്ച് കസറുകയാണെന്ന് തന്നെ പറയാം. പിന്നെ ജോഷി സാറിന്റെ ആ ഒരു പിന്നെ ഇത് അവസാനം ഒരു സമ്മപ്പ് ചെയ്യുന്നത് ഭയങ്കര പുണ്യം ചെയ്ത ഒരു ശ്രോതാവായിട്ട് ഞാൻ കേൾക്കുകയാണ് സാറേ. മോഹൻദാസ് സാർ എത്തിയതിൽ വളരെ സന്തോഷം. അതുപോലെ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് നേരുന്നു. നല്ലൊരു രാത്രി, ശുഭ രാത്രി നേരുന്നു. നന്ദി, നമസ്കാരം.
പാട്ട് ഓമന ടീച്ചർ നയിക്കുന്നതായിരിക്കും. എല്ലാരും കൂടെ അവിടെ ഇരുന്നു ശരിക്കും എല്ലാരും പറഞ്ഞു കഴിയുമ്പോ നമുക്ക് ഉഷ വന്നിട്ടുണ്ടല്ലേ? തീർച്ചയായും സാറേ, എനിക്കൊന്ന് പെട്ടെന്ന് ലെഫ്റ്റ് ആണ്ടി വന്നായിരുന്നു, അത്യാവശ്യം വന്നതുകൊണ്ട് സോറി. എന്നാലും തിരുക്കുറള് വെള്ളിയാഴ്ച ദിവസം നമുക്ക് ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. മുമ്പ് എന്നത്തെയും പോലെ തന്നെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ആഴ്ചയിൽ ഈ വെള്ളിയാഴ്ച വരാന്. കാരണം അന്ന് നമ്മള് പറഞ്ഞ പോലെ നമുക്ക് വരുമെന്ന് ഉറപ്പുള്ള കുറെ അതിഥികൾ ഈ ടീമിലുണ്ട്. ഒരിക്കലും അവർ മിസ്സാവില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും മോഹൻദാസ് സാറ് ഇല്ലാതെ വരുന്ന സമയത്ത് ആദിഭഗവാൻ സാറ് ആ ഒരു റോള് ഏറ്റെടുക്കുകയും വളരെ ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. സാബു സാർ അതിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും അത് വളരെ സന്തോഷം, അതുപോലെ തന്നെ സംതൃപ്തിയോടും അഭിമാനത്തോടും കൂടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും അതിന്റെ ഓരോ ഭാഗങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പ്രസന്റ് ചെയ്യുക ഒക്കെ ചെയ്യുന്നത്. എന്തെല്ലാം ഒരു ബ്ലോക്ക് ആയെങ്കിൽ പോലും ആ സമയത്ത് നമ്മൾ ഇവിടെ പ്ലാറ്റ്ഫോമിലുണ്ട്. അത് എല്ലാ നമ്മുടെ ലൈഫിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ തരത്തിലുള്ള ഒരു അനുഗ്രഹങ്ങളും അറിവും വെളിച്ചവും ഒക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്. എല്ലാവർക്കും വളരെയധികം ആശംസകൾ, നന്ദി എല്ലാം നേരുന്നു. അതുപോലെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജോഷി സാറിന്റെ 60ാം പിറന്നാൾ ആഘോഷിക്കുകയാണ് നമ്മളിപ്പോ. നാളെയാണെന്ന് സാർ പറയുകയുണ്ടായി. എങ്കിൽ കൂടി നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഇന്ന് അദ്ദേഹത്തിന് വളരെ നല്ല രീതിയിലുള്ള ഒരു ജന്മദിന സന്ദേശം അല്ലെങ്കിൽ ജന്മദിന ആശംസകൾ നേരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഓരോ ജന്മദിനങ്ങളും നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വർത്തമാനകാലത്തെ ആഘോഷമാക്കുന്ന ഓരോ ജന്മദിനങ്ങളും, അതുപോലെ തന്നെ പോയ കാലത്തെ ആ ഒരു ഓർമ്മകൾ, മധുരമുള്ള ഓർമ്മകളെ തിരികെ കൊണ്ടുവരുന്നതും വരാനിരിക്കുന്ന നല്ല നാളുകളെ കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളും നൽകുന്ന മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഓരോ ജന്മദിനങ്ങളും. സാറിന്റെ ഈ ജന്മദിനത്തില് ഞങ്ങൾ എല്ലാവരും ഈ ഒരു പ്ലാറ്റ്ഫോമില് നമ്മളൊരു ഫാമിലിയാണ്. ഈ പ്ലാറ്റ്ഫോമിലെ എല്ലാവരും സാറിന് വളരെയധികം ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേരുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഹാപ്പി ബർത്ത്ഡേ ടു യു സർ. താങ്ക് യു. ജോഷ് സാറേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു. എല്ലാവരുടെയും നല്ല സ്നേഹവാക്കുകൾ, നിറഞ്ഞ സ്നേഹവാക്കുകൾ. പകലെ എൻ്റെ ബാല്യകാല സുഹൃത്തുക്കൾ, ഞങ്ങളുടെ ഒരു സംഘടനയുടെ യുവദീപ്തി എന്ന് പറയുന്ന യുവജന സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ എല്ലാവരും കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള പ്രവർത്തന കാലഘട്ടം. ഇന്നെല്ലാവരും തന്നെ മക്കളും ഒക്കെ ആയി തീർന്ന് പലരും ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് അങ്ങനെ ഈ ആലപ്പുഴയുടെ വിവിധ പട്ടണത്തിലും മറ്റ് കുറേയൊക്കെ മാറിയുള്ള കുറച്ച് സുഹൃത്തുക്കൾ, സഹോദരന്മാരും സഹോദരിമാരും ഇവിടെ വന്നിരുന്നു. അവർ ഈ സന്ധ്യയോട് കൂടിയാണ് പോയത്. വളരെ സന്തോഷകരമായ ഒരനുഭവമാണ് ഈ 60ലേക്ക് പദമൂന്നാൻ പോകുമ്പോൾ. അങ്ങനെ വൈകുന്നേരമായപ്പോൾ വളരെ നമ്മളെ നേരിട്ട് കണ്ടിട്ടുള്ളത് ചുരുക്കം ചില ആളുകൾ തമ്മിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ നേരെ കണ്ടില്ലെങ്കിലും കണ്ടതിനേക്കാളും ഒന്നിച്ച് ഒരു കുടുംബക്കാരായിരിക്കുന്നതിനേക്കാളും ഏറെ അടുപ്പം ഇന്ന് ഈ വേദിയിലെ ആളുകളെല്ലാം തമ്മിലുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് മടക്കി കൊണ്ടുപോകാനായിട്ടുള്ളത് കുറെ സൗഹൃദങ്ങൾ മാത്രമാണ്. മറ്റെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുക തന്നെ വേണ്ടതാണ്. ഉറപ്പാണ്, എല്ലാവർക്കും അതറിയാം. ഇന്നത്തെ കുറലിന്റെ സന്ദേശവുമൊക്കെ ഏകദേശമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് ചില നല്ല കാര്യങ്ങൾ ഉണ്ടാകണമെന്നാണ് ഇന്ന് ഓരോ ദിവസവും നമ്മൾ ഇതിൽ പഠിപ്പിക്കുന്നത്. ഇന്നും കുറെ കൂടി പഠിപ്പിക്കുന്നു. നമ്മുടെയൊക്കെ മത വിദ്യാഭ്യാസത്തിലൂടെയും നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിലൂടെയും ഒക്കെ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. എന്നാൽ വീണ്ടും വീണ്ടും ഈ പ്രായത്തിൽ നമുക്കിത് പഠിക്കാനും പഠിപ്പിക്കാനും സാധിക്കുന്നു എന്നുള്ളതും ഒരു മഹാഭാഗ്യം തന്നെയാണ്. അങ്ങനെ ഓടിക്കൂടിയവരുടെ എത്തിവന്നവരുടെ ഒരു കൂട്ടായ്മയിൽ ഈ വാക്കുകളൊക്കെ പറയാൻ ഇടവരുന്നു. ബാക്കിയുള്ളവരുടെയും ഒക്കെ ബർത്ത്ഡേയും ഒക്കെ ഇവിടെ തുറന്ന് പറയണം, അപ്പോഴല്ലേ നമ്മൾ അറിയുള്ളൂ. അപ്പോൾ അതെല്ലാവരുടെയും ആഘോഷമാക്കി മാറ്റാം. തീർച്ചയായിട്ടും അബു സാറിന്റെ ഒരു വലിയ
എഫേർട്ട് ഇതിൻ്റെ അകത്തുണ്ട്. നമ്മളെടുക്കുന്ന എഫേർട്ട് നല്ല എഫേർട്ടുണ്ട്. എന്നാൽ അതിൻ്റെ എത്രയോ മടങ്ങ് വേണം. ഇത് എല്ലാ ദിവസത്തെയും പരിപാടികൾ ഇതേ സമയത്ത് എന്തായാലും, കാറ്റായാലും വെളിച്ചമായാലും മഴയായാലും കൊടുങ്കാറ്റായാലും വെള്ളപ്പൊക്കമായാലും എന്തായാലും ഇത് സജ്ജീകരിക്കണം, ആളിനെ കണ്ടെത്തണം. വളരെ ശ്രമകരമാണ്. അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം എക്കാലവും തുടരാൻ സാധിക്കുന്നിടത്തോളം കാലം തുടരാൻ ദൈവം കഴിവ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ നിങ്ങൾക്കും എല്ലാവർക്കും, പലരുമൊക്കെ റിട്ടയർമെന്റിന്റെ വക്കിലും റിട്ടയർ ചെയ്തവരും ജീവിതം നന്നായി ആസ്വദിക്കുന്നവരുമാണ്. ആസ്വദിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കൂടാൻ പറ്റുന്നത്. അല്ല ഈ 7 മണി നേരത്തൊന്നും ഇങ്ങനെ പലർക്കും കൂടാൻ സാധിക്കുകയില്ല. വേണേ ഒരു ദിവസം കൂടാൻ പറ്റുമായിരിക്കും. ഇങ്ങനെ ആവർത്തിച്ച് കൂടാൻ സാധിക്കുന്നത് ജീവിതത്തെ വേറൊരു മുഖക്കണ്ണാടിയിലൂടെ നോക്കിക്കാണുന്നത് കൊണ്ടാണ്. അതും കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഒരുപക്ഷെ വീട്ടിലുള്ളവരോ നമ്മുടെ ഏറ്റവും സ്വന്തക്കാരോ ഒന്നും ഇതിലൊന്നും പ്രകീർത്തിച്ചൊന്നും വരികയില്ല. എന്നിരുന്നാലും നമ്മൾ കണ്ടെത്തുന്ന ഇത് നമുക്കൊരു ആന്തരിക സന്തോഷത്തിന് കാരണമാകുന്നുണ്ട് എന്നുള്ളതിന് തർക്കമൊന്നുമില്ല. ആരോടും അല്ലേ എന്നൊരു ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്കതേ പറയാനുള്ളൂ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും സന്തോഷം തരട്ടെ, സമാധാനം തരട്ടെ. ഈ 60ന്റെ പടി നാളെ ചവിട്ടുമ്പോൾ എനിക്ക് നൽകാനുള്ള ഒന്ന്, ഉപദേശിക്കാനും നിർദ്ദേശിക്കാനും ഒന്നും ഞാനല്ല, ആളല്ല. പക്ഷെ എല്ലാവരും ജീവിതത്തിൽ ആരോഗ്യം സംരക്ഷിക്കുക, അതുള്ളപ്പോൾ സംരക്ഷിക്കുക. പിന്നെ രണ്ടാമതൊരെണ്ണം അതിന് അനക്സായി പറയണമെന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുക. ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ എന്താ നേടുന്നതെന്ന് ചോദിച്ചാൽ അതൊന്നും പറയാൻ പറ്റത്തില്ല. അത്രയേറെ കാര്യങ്ങളുണ്ട്. സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തില് സത്യത്തില് ഞാൻ വിചാരിച്ചു ഒരു അത്ഭുതം നടന്നു. സാറിന്റെ ബർത്ത്ഡേ ആണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. സാറ് തന്നെ തേടി കണ്ടെത്തി ഒരു വീൽ ചെയർ, ഒരു ഇലക്ട്രോണിക് വീൽ ചെയർ സാറ് പറഞ്ഞ് സാറിന്റെ ഫ്രണ്ട് ഒരാൾ എൻ്റെ അടുത്ത് കൊടുത്തത്. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാൽ ഈസ്റ്റർ ദിനത്തിൽ തന്നെ അതിന്റെ റിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരാൾ വന്ന് അന്ന് തന്നെ അത് റിപ്പയർ ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് ശ്രമിച്ചു. പക്ഷെ ബാറ്ററി ഒക്കെ മാറ്റിയിട്ടെങ്കിലും അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ റിപ്പയർ ആയി. ഈ ഞായറാഴ്ചയാണ് തിരിച്ചു വരുന്നത്. നോക്കട്ടെ, നമുക്ക് ജോഷി സാറ് കണ്ടെത്തിയ ആ സാധനം അതിനെ ജീവനുള്ളതാക്കി കൊടുക്കുക എന്നുള്ളത് പറ്റുമോ നമുക്ക് നോക്കാം. 2-3 ചെറിയ ഇലക്ട്രോണിക് പാർട്ടുകളൊക്കെ ചിലപ്പോൾ മാറേണ്ടി വരുമായിരിക്കും. എനിവേ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. എന്തായാലും ഈ ആഴ്ച വരുമ്പോൾ അറിയാം ഇതിന്റെ സ്പെയറൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ എന്തായാലും ജോഷി സാറിന് 60ാമത്തെ ആ വർഷത്തിലേക്ക് കയറുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വേണ്ടേ അല്ലേ? അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം എല്ലാവർക്കും ദൈവം ഒരു ഡ്രൈവ് അല്ലെ, ഒരു ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ട്. അപ്പൊ ആ ഉത്തരവാദിത്വം ജോഷി സാർ മുന്നോട്ട് പോകുമ്പോൾ കുറെ ഞങ്ങൾ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേറെ ആർക്കും അനിൽകുമാർ സാർ, നമ്മുടെ ജോഷി സാറിന്റെ 60th ബർത്ത്ഡേ ആണ് നാളെ. അനിൽകുമാർ സാർ കേൾക്കുന്നുണ്ടോ? 16th അല്ല 60th. അതുപോലെ തന്നെ ശുദ്ധോദനൻ ഡോക്ടർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ ഒരു പാട്ട് പാടി. സാറേ ജോഷി സാറേ, ജോഷി സാറിന് ഞാൻ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് മാറേണ്ടി വന്നു. അപ്പോൾ എനിക്ക് ഓമന ടീച്ചർ എന്നെ ഓർമ്മപ്പെടുത്തിയിട്ട് ഓടി കയറിയതാണ്. ഇത് ഞാനിപ്പോൾ കേട്ടതേ ഉള്ളൂ. ഈ സാറിൻ്റെ സാറ് പറഞ്ഞ കമൻറ്റ് എന്തായാലും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടാണ്. ഞാൻ ക്ഷീണിതരായിട്ട് കിടന്നപ്പോഴും എന്നെ വിളിച്ച റോയ് സാറിനെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. റോയ് സാറിനുള്ള നന്ദി അറിയിക്കുകയാണ്. സാറ് 60 വയസ്സ് എന്ന് പറയുമ്പോൾ വലിയ പ്രായമൊന്നുമല്ല. റോയ് സാർ അല്ല സാർ, ജോഷി സാർ. ജോഷി സാറ് ഓ തെറ്റി പറഞ്ഞപ്പോ ജോഷി സാറിന് ഞാനത് എന്നെ വിളിച്ചത് പറഞ്ഞ ജോഷി സാറാണ് ഞാൻ ഉദ്ദേശിച്ചത്. റോഹിത് സാറിനെ ജോഷി സാറിനെ എനിക്ക് സെപ്പറേറ്റ് അറിയാം, എല്ലാവരും അറിയാം. ജോഷി സാറിന് 60 വയസ്സാകുന്നു. ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ. ആയുസ്, ആരോഗ്യ, സൗഖ്യം അദ്ദേഹത്തിന് നൽകട്ടെ. എല്ലാ നന്മകളും ദൈവം നൽകട്ടെ. അതുപോലെ നമ്മുടെ ഈ കൂട്ടായ്മയുടെ
അനുഗ്രഹങ്ങളും നമ്മളെല്ലാവരും ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ കൂട്ടായ്മ നമുക്ക് നീണ്ടു നിൽക്കട്ടെ. എല്ലാവർക്കും എല്ലാ ക്ഷേമങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ നന്മ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ടീച്ചർ എന്നെ വിളിച്ച് ഓർമ്മപ്പെടുത്തിയതിൽ വളരെ നന്ദി. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് ഈ സൗഹൃദം മുന്നോട്ട് പോകട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ ജോഷി സാറിന് 60-ാം പിറന്നാൾ വളരെ വളരെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, ഒരു വിദേശയാത്ര കഴിഞ്ഞതാ ഇപ്പൊ എത്തിയേ ഉള്ളൂ. അപ്പോൾ അതിന്റെ ആ ഒരു ആശംസകളുടെ കൂട്ടത്തിൽ എൻ്റെ ഒരു പൂവും കൂടെ ഞാൻ ചേർത്ത് വെക്കുകയാണ്. ജോഷി സാർ പക്ഷേ പ്രായം കൊണ്ട് എൻ്റെ അനുജനാണെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞാൻ വിചാരിച്ചിരുന്നത് അദ്ദേഹം ജ്യേഷ്ഠ സഹോദരനായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അനുജനാണ് എന്ന് ഇന്ന് മനസ്സിലാക്കി. തീർച്ചയായിട്ടും 60-ാം ജന്മദിനം എന്ന് പറയുന്നത് പണ്ടൊക്കെ വലിയ ജീവിതത്തിന്റെ വലിയ വാനപ്രസ്ഥത്തിലേക്കൊക്കെ പ്രവേശിക്കണം എന്നൊക്കെ പറയുന്ന ഒരു കാലമായിരുന്നു. ഇപ്പൊ അതല്ല, 60ഒക്കെ നമ്മൾ വളരെ യങ്ങാണ് സാർ. അതുകൊണ്ട് സാറ് ഈ 60-ാം പിറന്നാളിന്റെ 60ന്റെ നിറവിൽ നിന്ന് സാറ് തന്നെ പറഞ്ഞു. 60 കൊണ്ടും ഒക്കെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ജന്മദിനം ആവട്ടെ. തുടർന്നും നമ്മുടെ ഈ കുടുംബത്തിലെ അംഗമായിട്ട് സാറും നമ്മളെല്ലാവരും സന്തോഷത്തോടെ പുലരട്ടെ. പിന്നെ ഇന്ന് കേട്ട ഈ കുറലിലെ കാര്യങ്ങളൊക്കെ വളരെ വളരെ ആറ്റിക്കുറുക്കിയ വളരെ മണിമുത്തുകൾ പോലെ ഉള്ള സന്ദേശങ്ങളായിരുന്നു കേൾക്കാൻ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വിദേശത്തു നിന്ന് എത്തിയത് കാരണം കുറേ ഫോൺ കോളുകൾ ഇടയ്ക്ക് വന്ന് എന്നെ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തീരെ അത്യാവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോയതുകൊണ്ട് മുറിഞ്ഞാണ് കേട്ടത്. എങ്കിലും വലിയ സന്തോഷമുള്ള ഒരു സായാഹ്നം. തീർച്ചയായിട്ടും ജോഷി സാറിന് എല്ലാ ആശംസകളും സ്നേഹത്തോടെ നേരുന്നു. താങ്ക് യു. ഓക്കെ, അപ്പൊ ഒരു ബർത്ത്ഡേ പാട്ടൊക്കെ പാടി ശിലമ പാട്ടൊക്കെ പാടി എല്ലാവരും കൂടെ ചേർന്ന് പാടാം. എങ്കിലും ഹാപ്പി ബർത്ത്ഡേ മതിയല്ലേ സാറേ? മതി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ജോഷി സാർ. ജോഷി സർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. പിറന്നാൾ കുട്ടിക്ക് ആശംസകൾ. പിറന്നാൾ കുട്ടിയല്ലേ, പിറന്നാൾ കുഞ്ഞുവാവ അല്ലേ? പിറന്നാൾ കുഞ്ഞിന് ആശംസകൾ. സാറിന്റെ വൈഫിനെ കൂടെ ഒന്ന് വിളിക്കൂ. സാറിന് വീട്ടിൽ വിളിക്കുന്ന പേരെന്താന്ന് അറിയത്തില്ല, വല്ല വാവേന്നോ കുഞ്ഞേന്നൊക്കെ ആയിരിക്കും. വൈഫിന്റെ പേര് മിനി കേട്ടോ. വൈഫിന്റെ പേര് മിനി. ആരോഗ്യമൊക്കെ ആയിരുന്നു വിളിച്ചേ സാർ. ഞങ്ങളൊരു ആശംസ അറിയിക്കട്ടെ. സാർ അതുപോലെ കെയർ ചെയ്യുന്നു. ഏറെക്കുറെ ഞാൻ നോക്കട്ടെ ഇവിടെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോന്ന് സാറ് നോക്കട്ടെ. സാറിന്റെ വീട്ടിൽ വിളിക്കുന്ന ജോഷപ്പൻ എന്നാണ്. അല്ല, അങ്ങനെ വിളിക്കുന്നത് വരാമോ സാറേ? ഒന്ന് ഫോൺ വിളിച്ചാ മതി സാറേ. ഗ്രൂപ്പിലുള്ളവർ ഇവിടെ ഞങ്ങളൊരു ആശംസ അറിയിക്കാൻ വേണ്ടി വിളിച്ചാണ്. ജോഷി സാർ മാത്രം പോരല്ലോ. രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും. നേരത്തെ പറഞ്ഞിരുന്ന ഞങ്ങൾ വന്നേനെ, പെട്ടെന്നായി പറഞ്ഞു പോയി. സൗകര്യമായിട്ട് ഞങ്ങൾ അടുത്ത മാസം ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ പായസമൊക്കെ വെച്ചൊരു എന്താ പറയുന്ന ഒരു നേരത്തെ പറയാം. തൊട്ടടുത്ത് മെയിൻ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾക്കറിയാം. ജോഷി സാറിന്റെ പുറകിലുള്ള സ്ത്രീ, എല്ലാത്തിന്റെയും പുറകിലൊരു സ്ത്രീ ഉണ്ടെന്ന്. കരുത്തിന്റെ ഉറവിടം. അസുഖമൊക്കെ മാറി ആരോഗ്യമൊക്കെ ആയോ? സാറേ, എല്ലാവരെയും ഓരോന്നായിട്ടൊന്ന് പോയിന്റ് ചെയ്യാൻ ജോലികളൊക്കെ പരിചയപ്പെടുത്തി ഓരോരുത്തരും തുടങ്ങട്ടെ.
ഇത് ഷീല ബീഗം ചേർത്തല ടീച്ചറാണ്. ഞാൻ ഷീല ബീഗം ടീച്ചറാണ്. സാറിന്റെ ക്ലാസ്, സാറ് ഈ തിരുക്കുറൾ പറയുന്നത് നമുക്ക് ദൈവവചനം പോലെയാണ് നമ്മൾ കേൾക്കുന്നത്. എല്ലാവർക്കും ഭയങ്കര സന്തോഷം സാറിന്റെ ആ സംഭാഷണം. അപ്പൊ അതിനുള്ള എല്ലാ ശക്തിയും പ്രചോദനവും കൊടുക്കുന്നത് താങ്കളാണെന്ന് അറിയാം. അതുകൊണ്ട് എല്ലാ ആശംസകളും രണ്ടുപേർക്കും പിറന്നാൾ ആശംസകൾ സാറിന് ഒരിക്കൽ കൂടി. പിന്നെ എന്താണ് കായൽപ്പുറമാണോ? കേട്ടില്ല സാറേ. ടീച്ചർ ആര്യക്കരയാണോ പിന്നെ കായൽപ്പുറമാണോ? ഞാൻ ആലപ്പുഴ മുഹമ്മയിലാണ് സാറേ താമസിക്കുന്നത്. അത് മുഹമ്മയിലെ ആര്യക്കരയിലാണോ അതോ കായ്പുറത്താണോ? കായ്പുറം. ആയിക്കോട്ടെ. അടുത്ത ആളെ കൂടെ ഒന്ന് എല്ലാവരെയും ഒന്ന് കാണിച്ചു തരുന്നേ ഒന്നവരെ. ഇതാദി ഭഗവാൻ സാറിന് വാക്കുകൾ ബൈബിള് കോട്ട് ചെയ്ത് പറയുന്നത് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ്. ഇന്നത്തെ ദിവസം ഒരു ധന്യ ദിവസം തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാഡത്തിനും സാറിനും എല്ലാ ആശംസകളും നേരുന്നു. ഇനി ഞാൻ പറയാം. എൻ്റെ പേര് അനിൽകുമാർ, കോട്ടയം. ഒരു റിട്ടയർഡ് കോളേജ് അധ്യാപകനാണ്. ജോഷി സാറുമായിട്ടൊക്കെ നല്ല എപ്പോഴും കണ്ട് കാണുന്നില്ലെങ്കിലും കണ്ട് സംസാരിക്കുന്നു. ഏത് വിഷയം വന്നാലും പുള്ളി അതിനെപ്പറ്റി നല്ലൊരു കമന്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളാണ്. ഈ ജന്മദിനത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആയുസ്സാരോഗ്യവും സന്തോഷവും നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നേരിട്ട് കാണാം എല്ലാവർക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. ഞങ്ങൾ 2 പ്രാവശ്യം പോരാൻ തുടങ്ങിയപ്പോഴും അനിൽകുമാർ സാറ് എന്തെങ്കിലുമൊക്കെ സൂത്രപ്പണി ഒപ്പിക്കും അല്ലേ? അതായത് അടുത്ത പ്രാവശ്യം വരുമ്പോ ഞങ്ങൾ കൊണ്ടുപോകും സാർ. ഉറപ്പായിട്ട് പോരും സാറേ. അന്ന് എനിക്ക് വയ്യാതെ ക്ഷീണമായിരുന്നുണ്ടല്ലോ, റെസ്റ്റ് ആയിരുന്നല്ലോ. സ്വാഗതം. ഓക്കെ. അപ്പോൾ ജോഷി സാർ ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേരുന്നു. വന്നിട്ട് കണ്ടില്ല. ആരായിരുന്നു? ഓമന ടീച്ചർ വന്നിട്ട്. ടീച്ചറുണ്ട്. ഞാനുണ്ട് സാർ. ഞാനിവിടെ ഉണ്ട് സാർ. ഞാൻ വയനാടാണ്. പിന്നെ നമ്മുടെ ജോർജ് സാറിന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ, തിമിരം ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. അതാണ് 2 ദിവസമായിട്ട് കാണാതെ. സാറിനെ അന്വേഷിക്കാൻ തുടങ്ങുകയായിരുന്നു സാറേ, കാണാതായിരുന്നു. ജോർജ് സാർ വിളിച്ച ഒരാഴ്ചത്തേക്ക് പ്രശ്നമായിരിക്കും. ഫസ്റ്റാണ്. എങ്കിലും കണ്ണ് മൂടി കെട്ടിയിട്ടില്ല എങ്കിൽ ഇതിൽ വന്ന് വെറുതെ ഇരിക്കുകയെങ്കിലും ചെയ്യാം, നമുക്ക് കാണാം. സാറിന്റെ കൂടെ ഒരു കൊച്ചു കുഞ്ഞുവാവയും കൂടെ ഉണ്ട്. എല്ലാം കൂടെ വലിയ പാടാം. ഉദ്ദേശിക്കുന്ന പോലെ സാറിനെ നോക്കുന്ന ആകെ 2 കുഞ്ഞുവാവകളായി ഇപ്പൊ അർത്ഥം. ഏതാശുപത്രിയില്ല? കോലഞ്ചേരി മെഡിക്കൽ. കഴിഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞു, വീട്ടിലെത്തി. ഓക്കെ, അപ്പൊ നമുക്കെന്താ അതിന്റെ ചെയ്യാം അല്ലേ? ഓക്കെ, താങ്ക് യു. ഓൾ ബ്ലെസ്സിങ്സ്.